ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തുണ്ട്. അദ്ദേഹം വെങ്ങാനൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയുള്ള അയ്യങ്കാളി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താനായിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. അത് എല്ലാവരും ഒരു ചർച്ചും എല്ലാവരും ഒരു അഭ്യർത്ഥന റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരും കേരളത്തിൻ്റെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിൻ്റെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കടമ മനസ്സിലാക്കിയിട്ട് ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം. ഇതിൽ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നെല്ലാം പറഞ്ഞ മാതിരി അവിടുന്ന് മിനിസ്റ്റേഴ്സ് എല്ലാം പറഞ്ഞ മാതിരി ആ വഖഫ് അമെൻമെൻറ്റ് ബില്ല് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു അലൈൻ ചെയ്യുന്ന ഒരു ബില്ലാണ്. ഇതിൽ ഏത് സമുദായത്തിൻ്റെയും മതത്തിൻ്റെ എഗെയിൻസ്റ്റ് അല്ല ആ ബില്ല്. ഇത് മുനമ്പത്തെ ജനങ്ങളെ ഒരു പരിഹരിക്കാനും അവരുടെ വേദനയും പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നൊരു ബില്ലാണ്. അതുകൊണ്ട് ഞാൻ ഇന്നും അവരോടെല്ലാവരോടും കേരളയിലെ എല്ലാ എം പിമാരോടും നമ്മുടെ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന, അവർ ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം, ഇത് പാസ്സാക്കണം. എതിർക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അവസാന നിലപാട് ഇതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനം. KCBC അടക്കം ആവശ്യപ്പെട്ടും കോൺഗ്രസിന്റെ എംപിമാർ പറയുന്നത് ഇപ്പോൾ ഏറ്റവും തീരുമാനം എതിർക്കാനാണ്. അത് അവരുടെ തീരുമാനം അവർ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇത് ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു പ്രശ്നമല്ലേ, മുൻപത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നം. അതിൻ്റെ ഒരു പരിഹാരമായിട്ടല്ലേ ഈ ബില്ല് നമുക്ക് കാണേണ്ടത്. അത് അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾക്കും സാധാരണക്കാർക്കെല്ലാം മനസ്സിലാവും ഇവർ ഇപ്പോഴും ചെയ്യുന്നത് ഒരു അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സ് ആണ്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഒരു ആഗ്രഹമില്ല എന്നാണ് അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇന്നും ഞാനൊരു ഇത് രാഷ്ട്രീയ അഭ്യർത്ഥനയല്ല, മുനമ്പത്തിനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ്. അവരുടെ കൊല്ലമായിട്ട് ഈ ഒരു പ്രശ്നം, അതിൻ്റെ ഒറ്റ പരിഹാരമാണ് ഈ വഖഫ് അമെൻമെൻറ്റ് ബിൽ. അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും അമെൻമെൻറ്റ് നടത്തണമെങ്കിൽ അത് അമെൻമെൻറ്റ് പ്രൊപ്പോസ് ചെയ്യുക. ബട്ട് ബില്ല് പാസ്സാക്കണം എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന, ഒരു റിക്വസ്റ്റ്. ഈ ബില്ല് പാസ്സാവാനുള്ള NDA കണക്കുകൾ അംഗസംഖ്യ ഉണ്ടല്ലോ. അപ്പോഴും ബീഹാറിലടക്കം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഇങ്ങനൊരു ബില്ല് അവതരണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയാണോ നോക്കേണ്ടത്? ഇത് ഒരു പ്രശ്നം 4-5 കൊല്ലമായിട്ട് ഇരിക്കുന്ന ഒരു പ്രശ്നം. അത് ഇന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടുമ്പോൾ അതല്ല ചെയ്യേണ്ടത്. ഇതിനി 10 കൊല്ലം വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടല്ലേ നമ്മുടെ നാട് ഇങ്ങനെ വലിഞ്ഞിങ്ങനെ പോകുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഇന്ന് ഉണ്ടാക്കണം, അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, അതാണ് ഞങ്ങളുടെ ഐഡിയോളജി. അതിനെങ്ങനെ മുമ്പോട്ട് വെച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഒരു കൺവീനിയൻറ്റ് ടൈം നോക്കി ചെയ്യാം, അതല്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യമെല്ലാം അങ്ങനെ നടക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടോ, ഒരു വേദനയുണ്ടോ, ജനങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ഇന്ന് തന്നെ കണ്ടുപിടിച്ച് അത് മുമ്പോട്ട് വെച്ച് ജനങ്ങളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങളുടെ ഒരു ഐഡിയോളജി, ഞങ്ങളുടെ ഒരു ഫിലോസഫി. കേരളത്തിൽ പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായി വെങ്ങാനൂരിലെ അയ്യങ്കാളി മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അതെ, അതൊരു നവോത്ഥാന മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ അയ്യങ്കാളി ഇവിടെ വന്നിട്ട് ഇലക്ഷൻ്റെ സമയത്തും ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് എത്രയോ ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ നിന്ന് എനിക്ക് വളരെ ജാസ്തി ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്. അതിന് ആദ്യം വന്നിട്ടുണ്ട്, ഇന്നും വരും, പിന്നെ എല്ലാ കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വരും. കേരളത്തിലെ എംപിമാരുടെ ഓഫീസുകളിലേക്ക് BJP ഇന്ന് മാർച്ച് നടത്തുകയാണ്. അവർ തുറന്നു കാണാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അല്ല, ഞാൻ മാർച്ചായിട്ടല്ല കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ചിലവരിങ്ങനെ ഈ ഹിപ്പോക്രിറ്റിക്കൽ പോളിറ്റിക്സ് കളിക്കുന്ന ആൾക്കാരൊന്ന് എക്സ്പോസ് ചെയ്യണം. ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ മറ്റേ ദിവസം കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സ് തന്നെ ചെയ്യണം. അവരെല്ലാം ഒന്ന് എക്സ്പോസ് ചെയ്യണം.
ശശി തരൂർ എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. അവർ കേസ് അത് എല്ലാവർക്കും ഒരു അവസരം ജനങ്ങളിപ്പോൾ അഭ്യർത്ഥനയുണ്ട്. ജനങ്ങളുടെയും സാധാരണക്കാരുടെയും മുനമ്പത്തിന്റെ ജനങ്ങളുടെയും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പാർലമെന്റിൽ ഉണ്ടാവുമ്പോൾ മുനമ്പത്തിന് 4-5 കൊല്ലമായിട്ട് ഇരിക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് ചെയ്യണം എന്നാണല്ലോ ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഓർമ്മയില്ലയോ, അവർ മറന്നോ ഇന്ന് പാർലമെന്റ് ബില്ല് വരുന്നുണ്ട്, അതെല്ലാം ഓർമ്മിക്കാൻ ജനങ്ങൾ പോകുന്നു. BJPന്റെ പ്രവർത്തകരും പോവും. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അധ്യക്ഷന് പങ്കെടുക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ മുന്നും ഇന്നും നാളത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടല്ല ഞങ്ങളെല്ലാവരും പ്രവർത്തകരാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് സുരേന്ദ്രൻജി പോവും, മറ്റേ സ്ഥലത്ത് വേറെ എല്ലാവരും പ്രവർത്തകർ പോവും, ലീഡേഴ്സ് പോവും. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ആളോ 2 ആളായിട്ട് ഒരു പാർട്ടി കാണരുത്. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. അവരെല്ലാവരും ഒരു കോമൺ ഗോളും ഒരു കോമൺ ദൗത്യം അതിൻ്റെ ബേസിസിൽ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന പ്രവർത്തകരാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതെല്ലാം ഞങ്ങൾക്ക് ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാ മതവും എല്ലാ സമുദായത്തിനും ഒരു ഈക്വലായിട്ട് അവസരം കിട്ടണം എന്ന ഞങ്ങൾ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എന്തോ അത് നിങ്ങളുടെ സജഷൻ ഞാൻ എഴുതി വെക്കാം. പാരന്റാ ഞാൻ പറഞ്ഞത്. നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? എൻ്റെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടി, എമ്പുരാൻ സിനിമ കാണില്ല എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് എന്തിനാണ് ഇതിന് നിങ്ങളെല്ലാവരും വേണ്ടാത്ത പബ്ലിസിറ്റി കൊടുക്കേണ്ടത്? ഇത് ഫ്ലോപ്പ് ആണെങ്കിൽ ഫ്ലോപ്പ് ആയിട്ട് ഹിറ്റ്